ഒരുപക്ഷെ ഏറ്റവും വലിയ ഗ്രന്ഥം എന്ന് വെച്ചാൽ പരിശുദ്ധ ഖുറാനാണ്. പരിശുദ്ധ ഖുറാന്റെ ഈ 6666 114 സൂറത്തിലൂടെയും ഞാൻ കടന്നു. ഫിലിപ്പ് മമ്പാട് കഴിഞ്ഞ ദിവസം ഞെട്ടലെന്നൊന്നും പറയാനില്ല, ഞെട്ടലെന്നല്ല, ഇപ്പോഴൊക്കെ എല്ലാവരും തരിപ്പാണ്, വിശ്വസനീയമായ തരിപ്പുകളാണ് ഇപ്പം. എന്ന് പറഞ്ഞാൽ ഈ സംഭവം നടക്കുന്ന തൊട്ട് മുമ്പ് തന്നെ ഇതുപോലെ തന്നെ 16 വയസ്സുകാരെ പീഡിപ്പിച്ചതും അങ്ങനെ 1-2 സംഭവങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇത് തന്നെ. ഇതിന് ശേഷം പിന്നെ നമ്മൾ കേൾക്കുന്നത് എന്താണ്? ഇന്നലെ കേട്ടൊരു വാർത്ത, ആലപ്പുഴയിൽ ഇതുപോലെ തന്നെ 16 വയസ്സുകാരെ പീഡിപ്പിച്ച പിതാവും കൂട്ടുകാരും. എന്താ സംഭവിച്ചതെന്നും പറയാൻ പറ്റില്ല. നമ്മൾ അത്രത്തോളം അങ്ങോട്ട് ഭയങ്കരമായ രീതിയിൽ എത്തി എന്ന് പറയേണ്ടി വരും. ഭയങ്കര വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞൊരു കാര്യമില്ല. നമ്മുടെ ഈ പറഞ്ഞ ലൈംഗിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ രോഗങ്ങൾക്ക് ഒരു കുറവില്ല. അത് ചികിത്സിക്കേണ്ടത് ഇത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഫിലിപ്പ് മമ്പാടിനെ പറ്റി നമ്മളൊരു പോസ്റ്റ് ചെയ്തപ്പോൾ നമ്മളതിനകത്ത് നമുക്കൊരു അവിശ്വസനീയമായി തോന്നി. കാര്യം ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു, മുൻ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. കൂടാതെ ഭയങ്കരമായ മോട്ടിവേഷൻ സ്പീക്കർ ചെയ്യുന്ന ഒരാൾ ഇങ്ങനെ ചെയ്തോ? അതും ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും എന്ന് അറിഞ്ഞിട്ടും ചെയ്തെങ്കിൽ അത് എങ്ങനെയായിരിക്കുമേ, അത് കെട്ടിച്ചമച്ചായിരിക്കും എന്നുള്ള രീതിയിലേക്കാണ്. നമുക്കത് പൂർണ്ണമായിട്ട് പറയാൻ പറ്റാത്ത രീതിയിൽ നമുക്കൊരു പോസ്റ്റ് ഇട്ട് നല്ലതാവട്ടെ എന്നുള്ള പ്രതീക്ഷ ചെയ്തു. പക്ഷേ പിന്നെ വന്ന വാർത്തകൾ കണ്ടപ്പോൾ സാധനം ചില്ലറ കാര്യം. ഒരുപാട് ആൾക്കാർ ഇയാൾ കുറ്റപ്പെടുത്തല്ലേ, തെളിയട്ടെ, കോടതി വരട്ടെ. കോടതി വന്നിട്ട് കാര്യമില്ല, കാര്യം ഇയാൾക്കൊക്കെ അറിയാം ഇങ്ങനെയൊക്കെ രക്ഷപ്പെടണം. കാര്യം വ്യക്തമായിട്ട് അതിൻ്റെ ആൾക്കാർ നാട്ടിൽ തന്നെ തൊട്ടടുത്തുള്ള ആൾക്കാർക്ക് തന്നെ ഇയാളോട് താല്പര്യമില്ല. എല്ലാ സംഭവം അങ്ങനെ തന്നെ. നാട്ടുകാർക്ക് അറിയാലോ ഈ കൂടെ കിടക്കുന്നതിൻ്റെ ഒരു അപ്പനി എന്നുള്ള രീതിയിൽ അവർക്ക് തന്നെ ഇതിൻ്റെ പ്രശ്നങ്ങൾ അറിയാം. ഈ പുള്ളിക്കാരൻ നമ്മൾ ശരിക്കും കാണുന്നത് ഇവിടെ വെച്ചാണ്. വെറുതെ അല്ല, ഭാര്യ അന്ന് മനോരമയിലെ പരിപാടിയിലാണ് ഇദ്ദേഹത്തെയും ഭാര്യയൊക്കെ നമ്മൾ കാണുന്നത്. ഡോളി എന്ന് പറഞ്ഞ ഭാര്യ അല്ലേ, ഭയങ്കരമായ രീതിയിൽ അയാൾ അന്ന് അങ്ങോട്ട് കയറിപ്പോയി. പക്ഷേ പിന്നെ അയാൾ ശ്രദ്ധിക്കുന്ന മാതാവിനെ പറ്റി അങ്ങോട്ട് തുട്ടിക്കുന്ന രീതിയിൽ അങ്ങോട്ട് പറഞ്ഞപ്പോൾ നമ്മൾ ഓർത്ത് ഇയാളങ്ങോട്ട് പിന്നെ ഇയാളുടെ ഒരു വളർച്ചയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സാധാരണ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ട്രാഫിക്കിലൊക്കെ വർക്ക് ചെയ്ത് അങ്ങനെ വന്ന് കയറിയ ആളൊരു SI ആയ ആളാണ് അയാൾ. അവസാനം ഈ പറഞ്ഞ ജോലി ഇടയ്ക്ക് വെച്ച് അത് നിർത്തിയ അയാൾ കംപ്ലീറ്റ് മോട്ടിവേഷൻ. കാര്യം ലക്ഷങ്ങൾ പ്രതിഫലമായിരിക്കുന്ന ആളാണ് പുള്ളി. അതാണ് സുഖം, എൻജോയ്മെൻറ്റ്. ഇങ്ങനെ വെറുതെ ഇങ്ങനെ കയ്യിൽ നിന്ന് എടുത്തിടാമല്ലോ. നമ്മൾ വിശ്വസിക്കും, നമ്മൾ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണല്ലോ അല്ലേ. എന്തിലൊക്കെ ചാരിറ്റിയോ വലിയ പ്രഭാഷണം നടത്തി നമ്മൾ അവർ വിശ്വസിക്കുക. അതാണ് മലയാളികൾ, വിദ്യാഭ്യാസമുള്ള മലയാളികളെ. ഈ തമാശയായിട്ട് ഒരാൾ പറഞ്ഞ പോലെ റോട്ടിൽ കിടക്കുന്ന 10 രൂപ തിരിച്ചു കൊടുത്ത് മാതൃകയായി എന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്തിരുന്നൊരു കാലഘട്ടമാണ് ഇപ്പം. എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. എന്നാൽ മര്യാദകളൊക്കെ നേരിട്ട് കാണിക്കുന്നവരെ ഡയറക്റ്റ് സത്യം തുറന്നു പറഞ്ഞ ആൾക്കാരെ ഇഷ്ടമല്ല. ഇങ്ങനെ പൊലിപ്പിച്ച് നുണ പറയുന്ന ആൾക്കാരെ ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെ പൊക്കമാണ്. ഒരുപാട് ആൾക്കാർ ഇപ്പം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നാളെ എന്തൊക്കെയാവുമെന്ന് അറിയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അവരെ തന്തയ്ക്കും തള്ളക്കും വിളിക്കുന്ന കാലഘട്ടം. PR വർക്ക് ഇദ്ദേഹത്തിന് PR വർക്ക് കിടക്കുന്നുണ്ടായിരുന്നു. പറഞ്ഞാൽ ഇത് തെറ്റ് പറയല്ലേ, കുറ്റം പറയല്ലേ, നിങ്ങൾ അനാവശ്യം പറയല്ലേ, അയാൾ നല്ലതാണ്, അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞ് കെട്ടാപ്പെട്ടേ. പക്ഷേ ഇന്നലെ പോലെ കറക്റ്റ് ഇയാൾ ചെയ്തിട്ടുണ്ട്. കാര്യം ഒരു പോസ്റ്റ് തന്നെ പറഞ്ഞുതരാം. പലതവണ പീഡിപ്പിച്ചത് പരാതി, വീട്ടിൽ നിന്ന് ഒന്നിച്ചു പോയെന്ന് സംബന്ധിച്ച് ഫിലിപ്പ് മമ്പാട്. കേസ് വന്നാൽ ജീവനൊടുക്കുന്ന ഭീഷണി. ഈ പോലീസുകാർ അങ്ങനെ ഓടിച്ചെന്നൊന്നും കേസെടുക്കില്ല. ഒരാൾ പറഞ്ഞാൽ അത് നിജസ്ഥിതി അന്വേഷിക്കാരും ഇദ്ദേഹം പോലീസിലുണ്ടായിരുന്നൊരു ഉദ്യോഗസ്ഥനും കൂടിയാണ്. അത്യാവശ്യം പിടിപാടുള്ള ചില ചീത്തപ്പേരൊന്നുമില്ലാതെ നടക്കുന്ന ഒരാൾ. മനസ്സിലായതേ? ഈ നാട്ടുകാർക്ക് ഈ കൂടെ കിടക്കുന്ന ഒരു അപ്പനെ അറിയാമെന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് ഒരു പക്ഷേ ആൾക്കാർക്കൊന്നും വലിയ താല്പര്യമില്ല, ഇവനെപ്പറ്റി കുറേ അറിയാം. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന ഒരാൾ പോലീസായിട്ടൊക്കെ ഇടപെടുന്ന ആൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ചിന്തിച്ചു പോലോ, അതൊക്കെ അറിയാവുന്ന ആളെ അങ്ങനെ ചെയ്യുമോ? പക്ഷേ ഇയാൾ ഇതിൻ്റെ ആളായിരുന്നു എന്നാണ് ഇപ്പോൾ നമ്മൾ അറിഞ്ഞു വരുന്നത്. UG PG അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റ് അങ്ങനത്തെ കോഴ്സുകൾ പഠിച്ച് എത്തി എത്ര കഴിഞ്ഞിട്ടാണ് ഒരു കൗൺസിലിംഗ് രംഗം തന്നെ ഇയാൾ കൗൺസിലിംഗ് വരെ ചെയ്തെന്ന് പറയുമ്പോൾ ഏൽപ്പിച്ച ആൾക്കാർ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ കാരണമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ കുറച്ച് പേജുകളിലൊക്കെ വന്ന അയാൾ ഖുർആനെ ഒക്കെ അയാൾ സ്വാധീനിച്ചു എന്ന് പറഞ്ഞ് കുറേ അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ പേര് കേൾക്കുമ്പോൾ മതത്തും വെച്ച് താറടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ അയാൾ ഖുർആനെ പറ്റി പറഞ്ഞ് വാക്കിയിട്ട് നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഒരുപക്ഷെ ജീവിതം ഇങ്ങനെ ആയിത്തീരട്ടെ എന്ന് മുൻപ് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇന്ന് വായനയിലൂടെ വന്ന ചില അറിവുകളാണ് അതിനെ ഏറ്റവും കൂടുതൽ എന്നെ പ്രാപ്തരാക്കിയത്. ഒരുപക്ഷെ ഏറ്റവും വലിയ ഗ്രന്ഥം എന്ന് വെച്ചാൽ പരിശുദ്ധ ഖുറാനാണ്. പരിശുദ്ധ ഖുറാന്റെ ഈ 6666 114 സൂറത്തിലൂടെയും ഞാൻ കടന്നു പോയിട്ടുണ്ട്. അതിലൂടെ എല്ലാം പലപ്പോഴും എൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും എന്നെ ചിരിപ്പിച്ചിട്ടുണ്ട്, ചിന്തിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ശരീരത്തിന് മുഴുവൻ ഊർജ്ജം സംഭരിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതെല്ലാം സംശീകരിച്ച വായനയുടെ ചില നിമിഷങ്ങളാണ്. ചിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കാന്ന് പറഞ്ഞാൽ ചിരിച്ചായിരിക്കും. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ കുറച്ച് സ്വാധീനം ഉണ്ടാക്കാൻ പറ്റും. ഇയാൾ ഭയങ്കര എല്ലാം അറിയാവുന്ന ആളാണ്, എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്ന ഒരാളാണ്, അപ്പോൾ ഇയാൾ വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിച്ചായിരിക്കാം ഈ ഉമ്മയും ഉപ്പയും ഈ കുട്ടിയെ 16 വയസ്സുള്ള മാനസിക പ്രശ്നമുള്ള ശാരീരികമായ ബലഹീനതയുള്ള കുട്ടിയെ ഇയാളെ ഏൽപ്പിച്ചത്. ഒന്ന് ഓർത്ത് നോക്കി. കാര്യം ഈ കുട്ടിയെ കൗൺസിൽ ചെയ്ത് ശരിയാക്കുക, അവരുടെ മൊത്തത്തിൽ അവളെ മാറ്റിയെടുക്കുക എന്നുള്ള അവരെ വിശ്വസിപ്പിക്കാൻ അവരെങ്ങനെ വിശ്വസിച്ചു എന്ന് പറയണേ.
ഓർത്തുക, ഇയാളെ അത്ര കൺവിൻസ് ചെയ്യിപ്പിക്കാനുള്ള കഴിവ് വാക്ചാതുര്യം അയാൾക്കുണ്ടായിരുന്നു. അങ്ങനെ കൺവിൻസ് ചെയ്യിപ്പിച്ച് അവർ വീട്ടിൽ കൊണ്ടുപോയി നിർത്തി. വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഭാര്യ പോലും ഇല്ല, ചിന്തിക്കണം, ഭാര്യ പോലും ഇല്ല, മക്കളില്ല എന്ന് കേൾക്കേണ്ടത് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. അമ്മയുണ്ട്, അമ്മ സൂല്ലാത്ത അമ്മയെ നോക്കാൻ പാലിയേറ്റീവ് കേർ അങ്ങനത്തെ കുറേ ആളുണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ ഒരു റൂം ആ കൊച്ചിന് കൊടുത്ത് ആ കൊച്ചിനെ അവിടെ താമസിപ്പിച്ച് ഇയാൾ രക്ഷപ്പെടുത്താൻ പോവാണ്. അതിനുശേഷം ഇയാളിങ്ങനെ പ്രോഗ്രാം ഇങ്ങനെ ആ കുട്ടിയുടെ ഡയറിയിൽ എഴുതി കൊടുത്തു എന്നാണ് പറഞ്ഞത്. ഡയറിയിൽ എഴുതി കൊടുത്തു, അങ്ങനെ ഇന്ന ദിവസം പരിപാടി, 2 ദിവസം പരിപാടി ഉണ്ട്, മോൾ ഫ്രീ ആണെങ്കിൽ നമുക്കൊന്ന് പോകാം, മാനസികമായിട്ടൊക്കെ ഒന്ന് ഉല്ലാസം കിട്ടുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ കൊച്ചിനെ കൺവിൻസ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഒരു കാര്യം എടുത്ത് പറയേണ്ടത്, ഈ കുട്ടിയെ മാതാപിതാക്കളിൽ നിന്ന് മാറി ഇയാളുടെ വീട്ടിലിരുത്തിയപ്പോൾ തന്നെ ഫോണായിട്ടൊന്നും ബന്ധമില്ല, ആകെ ഇയാളായിട്ട് ബന്ധപ്പെടാനുള്ള ഓപ്ഷൻ, കാരണം ഫോണൊന്നും കുട്ടിയുടെ ഇല്ല. സ്വാഭാവികമായിട്ട് കൊച്ചി ചിന്തിച്ചിട്ടുണ്ടാവും, ഇതൊക്കെ നമ്മൾ ഈ അറിയപ്പെട്ട സ്ഥലത്ത് അറിഞ്ഞ വിവരമാണ്, ചിന്തിച്ചിട്ടുണ്ട്, ഒന്ന് വിളിച്ചു നോക്കണം എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടാവും. പക്ഷേ വിളിക്കാണ്ട് തന്നെ അയാൾ കൊണ്ടുപോയാണ്. ആ കുട്ടി സമ്മതിച്ചു, കുഴപ്പമില്ല, വിശ്വസിക്കാൻ പറ്റും, അങ്കിളല്ലേ, പോയി അവിടെ പരിപാടി കഴിഞ്ഞ് വേണമെങ്കിൽ അന്ന് രാത്രി റിട്ടേൺ വരാം, അല്ലെങ്കിൽ താമസിക്കാം. അങ്ങനെ കൊച്ചിനെ കൺവിൻസ് ചെയ്യിപ്പിച്ച് അയാൾ അവിടെ രാത്രി ആ ലോഡ്ജിൽ താമസിക്കുകയാണ്. അപ്പോൾ അത് പലരും ചോദിക്കുന്നുണ്ട്, ലോഡ്ജിൽ ഇതില്ലേ അതില്ലേ. അതെ, ഈ ലോഡ്ജിൽ ചെന്നപ്പോൾ ഇയാളുടെ പഴയ മുൻ പോലീസ് ഓഫീസറാണല്ലോ അയാൾ, ഇങ്ങനെ അതൊക്കെ കയറി SI ആയാലാണ്. ആ സാധനത്തിൻ്റെ പഴയ ഇതൊക്കെ കാണിച്ചു കൊടുത്ത് കുട്ടിയുടെ ഡീറ്റെയിൽ ഒന്നും കൊടുക്കാണ്ട് പോലീസ് ഓഫീസർ നമ്മൾ നടത്തി ചർച്ചയൊന്നുമില്ല, നേരെ കൊണ്ടുപോയി ഇതാണ്. വളരെ മോശമായി ക്രൂരമായ കുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. പല രീതിയിലും കേൾക്കുന്നുണ്ട്. കുട്ടിക്ക് അതിനുള്ള ഗുളിക വരെയും കൊടുത്തു, മദ്യം കൊടുത്തു എന്നവരും കേൾക്കുന്നുണ്ട്. ഇയാൾ മദ്യത്തിനെതിരെ, മദ്യം കൊണ്ട് നശിച്ച ഒരു ഫാമിലിയാണെന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത രീതിയിൽ ടച്ചിങ് ഇതൊക്കെ പറഞ്ഞ് എത്തിയ ആളാണ്. ഇപ്പോൾ ഇയാൾ ഇത് തന്നെയാണ്, അയാൾ ലോക ഫ്രോഡാണെന്നുള്ള കാര്യം. അപ്പോൾ ഈ കുട്ടിയെ വളരെ ക്രൂരമായി തന്നെ പീഡിപ്പിച്ച് ഈ കൊച്ചിനെ നേരെ വീട്ടിലേക്ക് വരുന്നു. കൊച്ചിനെ ആകെ പറയാനും പറ്റാത്ത കുറച്ച് ദിവസം കഴിഞ്ഞ് ആ കൊച്ചിൻ്റെ വീട്ടിലേക്ക് മടങ്ങി. പലരോടൊക്കെ പറഞ്ഞു, അതിന് മാതാപിതാക്കളോടൊക്കെ ഉമ്മയും ഉപ്പയോടൊക്കെ സംസാരിച്ചു. അങ്ങനെയെല്ലാം കഴിഞ്ഞ് സ്കൂളിൽ ഒരു കൗൺസിലിംഗ് നടത്തിയപ്പോൾ കൊച്ച് പ്രത്യേകിച്ച് പറഞ്ഞു. അങ്ങനെയാണ് ഇത് കേസാവുന്നത്. കേസായപ്പോൾ ഇയാൾ ആത്മഹത്യാ ഭീഷണിയും കോപ്പും കുറച്ചക്കറൊക്കെ ആയിട്ട് വന്നത്. ഈ അലവലാതി ഇത്രയും ദുഷ്ടത്തരം ചെയ്തിട്ട് ഇവനൊക്കെ എന്താണ് ചെയ്യേണ്ടത്? കോടതി ഇവൻ എന്ത് ശിക്ഷിക്കുക എനിക്കറിയില്ല. ചിലപ്പോൾ ഇവനെ അറിയാവുന്ന ലൂപ്പോൾ വെച്ച് ഇവൻ രക്ഷപ്പെടുമായിരിക്കും. ആ കുട്ടിയെ ഇങ്ങനെ പിടിക്കാൻ എത്ര കുട്ടികളെ, ഇവന് കുട്ടികളെയൊക്കെ എങ്ങനെ സ്കൂളിലൊക്കെ പോയിട്ട് കുട്ടികളുടെ ഇടയിൽ കിടന്ന് തന്നെ കാര്യം ഒത്തും കെട്ടിപ്പിടിക്കും, എന്തൊക്കെയായിരുന്നു ഡയലോഗ്. അപ്പോൾ അങ്ങനെയാണ് ഇവന് ഇതിനു മുമ്പ് ഇനി പല കേസുകളും അല്ലെങ്കിൽ ഇതുപോലെ പറയാൻ മടിക്കുന്ന, എന്തെങ്കിലും പറഞ്ഞ വായടപ്പിക്കുന്ന ആൾക്കാരിൽ നിങ്ങൾ പലരും അവനെ എന്തിനാ കുറ്റം പറയണത്, നീ പോടാ, ആ പറയുന്ന ആളുടെ തന്തക്ക് തള്ളക്കും വിളിച്ച് അവനെ വായടപ്പിക്കാൻ നോക്കുന്ന ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ കുറേ ആൾക്കാർ. എല്ലാവരും കണ്ണടച്ച് വിശ്വസിക്കില്ലേ? ഈ ഒരുപാട് ഒലിപ്പിരിങ്ങനെ അനക്കുന്ന ആൾക്കാർ പൂർണ്ണമായിട്ട് വിശ്വസിക്കരുത്. കാലം അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. നല്ലതായി തുറന്നു പറയുന്ന ആൾക്കാർ വെറുക്കുകയും ഇങ്ങനെ ഒലിപ്പിക്കുന്ന ആൾക്കാരെ പുറകെ നടക്കുന്നത്, കുറേ കാശ് കൊടുത്താൽ കുറേ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരൊക്കെ നല്ലവനാണെന്ന് ചിന്തിക്കുന്ന കാലഘട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരെങ്ങനെ വിശ്വസിക്കും? നമ്മുടെ പെൺകുട്ടികൾ കൊച്ചു പെൺകുട്ടികളാണേ, പ്രായപൂർത്തിയായ പെൺകുട്ടികൾ എത്ര സംഭവങ്ങൾ നടക്കണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതുപോലെ ഇവൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ആൾക്കാർ മിണ്ടാതിരുന്നുണ്ടാവും. പല കേസുകളും ഇനി പുറത്തേക്ക് വരും. വെറുതെ അല്ല ഭാര്യ, വെറുതെ അല്ല ഉടായ്പ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ പലതും പുറത്തേക്ക് വരും. വെറുതെ മോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞ് ഇവൻ നടത്തി ഒരുപാട് ആൾക്കാർ മോട്ടിവേഷൻ ചെയ്താൽ താൽക്കാലിക ഒരു രസമല്ല, അവന് ജീവിതം മെച്ചപ്പെടും. എനിക്കറിയാമുള്ള എങ്ങനെയാണ് എന്ത് മെച്ചപ്പെടും? സാമ്പത്തികം ഇല്ലാത്ത നിങ്ങൾ അത് ചെയ്യും, നീ ഇത് ചെയ്യും, അത് ഒരുത്തിന് സമയം വെച്ചിട്ടുണ്ട്, അവനവന് ചെയ്യും. ചിലപ്പോൾ ഒരു മോട്ടിവേഷൻ താൽക്കാലിക ഒരു ഇതില്ലാണ്ട് കുറേ ആൾക്കാർ മോട്ടിവേഷൻ ചെയ്ത് ഇവൻ്റെ ജീവിതത്തിൽ ഇവൻ നന്നായി, അല്ലാതെ വേറൊരു നന്നായിട്ടുണ്ടോ? മനസ്സിലായില്ലേ? അപ്പോൾ ഈ കേസുകൾ ഇങ്ങനെയാണ് നടക്കുന്നത്. ഒരുപാട് ശരി, അതിനകത്ത് കുറേ ഫേക്ക് ഉണ്ട്, പൈസയ്ക്ക് വേണ്ടി കുറേ നുണകൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് ഇങ്ങനെ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ പോലീസുകാർ വെറും മണ്ടന്മാരൊന്നുമില്ലല്ലോ, അതും പോലീസ് ഉദ്യോഗസ്ഥനായ ഒരാൾ. അപ്പോൾ അന്വേഷിക്കുമ്പോൾ എല്ലാം പഴുതടച്ചനെ അവർ അന്വേഷിക്കുള്ളൂ. സംഭവം എങ്ങനെയാണ്? അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും മതത്തിനെ പറ്റിയൊക്കെ പൊക്കി പറഞ്ഞ് ആ മതത്തിൽ കുറേ ആൾക്കാരൊക്കെ സ്വാധീനം ഇങ്ങനെ പറഞ്ഞ് ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടത്? ഇവൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, മനസ്സിലായില്ലേ? ഒരു മെൻ്റലി ഹെൽത്തി അല്ലാത്ത ശരീര പ്രശ്നമുള്ള ഒരു കുട്ടിയെ ഇവൻ ഇങ്ങനെ ആക്കിയെങ്കിൽ എത്ര ആൾക്കാർ ഇവനെ ആക്കിയിട്ടുണ്ടാവും? തീർച്ചയായും സത്യം എന്നല്ല, സത്യം ഇതാണ്, ഇനിയും കൂടുതൽ പുറത്തേക്ക് വരും. ഇതുപോലത്തെ ഈ പറഞ്ഞ കള്ള ഫ്രോഡുകളുണ്ടല്ലോ, ഇവനെയൊക്കെ നിങ്ങൾ ഒറ്റപ്പെടുത്തണം. നാട്ടിൽ പോയി അന്വേഷിച്ചാൽ കറക്റ്റ് യൂസ് അറിയാം. ഇനി ഒരുപാട് വാർത്തകൾ വരും. ആരെ വിശ്വസിക്കുക? അതെ, 10 രൂപ കൊടുത്ത് മാതൃക കാണിച്ച ആൾക്കാർ വിശ്വസിക്കുന്ന കാലഘട്ടമാണ്. തുറന്നു പറയുന്ന ആൾക്കാരൊക്കെ വെറും പൊട്ടന്മാരും, ഇങ്ങനെ പൊലിപ്പിക്കുന്ന ആൾക്കാരൊക്കെ വലിയ ആൾക്കാർ. എന്താ അവസ്ഥ? എല്ലാവരും PR വർക്ക് തന്നെ.